മോർഫ് ചെയ്ത ഫോട്ടോകൾ ടെലഗ്രാമിൽ വിൽപ്പന നടത്തിയ പ്രതി നിതിൻ മോഹൻദാസിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസ്. പരപ്പനങ്ങാടി പോലീസ് പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. മാഹി പോലീസും കോഴിക്കോട് സിറ്റി സൈബർ പോലീസും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു. ടെലഗ്രാം ആപ്ലിക്കേഷനിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, എഫ്ഐആറുകൾ നിരവധിയാണ്, ആരോപണങ്ങളും കേസുകളും നിരവധിയാണ്. കൂടുതൽ തെളിവുകൾ വേണ്ടതുണ്ട്. കാരണം ഈ ടെലഗ്രാം ഒക്കെ നൽകുന്ന വിവരങ്ങൾ ആധികാരികമായി എത്ര കണ്ട് വിചാരണ വേളയിലൊക്കെ ഗുണപ്രദമാകുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണം പ്രധാനമാണ്. തീർച്ചയായിട്ടും അത് പ്രധാനമായി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് തെളിവ് ശേഖരണമാണ്. അതായത് അന്വേഷണ സംഘത്തെ വ്യാപിപ്പിച്ചുകൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്ന, അന്വേഷണ സംഘം നടത്തുന്ന ഒരു പ്രക്രിയ. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ടെലഗ്രാമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. എന്തായാലും മാഹി പോലീസിന്റെ കയ്യിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെടെയുള്ളവ തെളിയിക്കുന്ന ഡയറക്റ്റ് തെളിവുകൾ അതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മൊഴികൾ ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പരപ്പനങ്ങാടി പോലീസും താനൂർ പോലീസും ഉൾപ്പെടെയുള്ളവ ടെലഗ്രാമുമായി കൂടുതൽ തെളിവുകൾ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായി ഈ 3 ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതായത് ഒരു ഗ്രൂപ്പിൽ ഏകദേശം 1000-ൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ സമാന ചിന്താഗതിയുള്ള ആളുകളായിരിക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് പേടിപ്പെടുത്തുന്ന കാര്യം എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത്. അങ്ങനെ 3 ഗ്രൂപ്പുകളോളമുണ്ട്. മറ്റാരെങ്കിലും നിതിൻ മോഹൻദാസിന് പുറകിലുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതൊക്കെ നിതിൻ ഒറ്റയ്ക്കാണോ ചെയ്തത് എന്നുള്ള കാര്യത്തിലും ചെറിയൊരു സംശയം പോലീസിനെ സംബന്ധിച്ചുണ്ട്. പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്താനുള്ള ഒരു നീക്കം ഇതിനോടകം തന്നെ പോലീസ് അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടതാണ്. എന്തായാലും ഇനിയും കൂടുതൽ പരാതികൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരും, അല്ലെങ്കിൽ കൂടുതൽ പരാതികൾ കൂടി എത്തും എന്നുള്ളത് പോലീസ് പരിഗണിക്കുന്നുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് പല പെൺകുട്ടികളും സ്റ്റേഷനിലെത്തി തങ്ങളുടെ ഫോട്ടോയുണ്ടോ എന്നൊക്കെ ചോദിച്ചു മടങ്ങുന്ന ദയനീയമായിട്ടുള്ള വേദനപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസ് നമ്മളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതൊക്കെ പരാതികളായി വരാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് കണക്കാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ കേസുകൾ നിതിൻ മോഹൻദാസിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിലവിൽ തിരൂർ സബ് ജയിലിലാണ് നിതിൻ മോഹൻദാസ് ഉള്ളത്. എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇതിന് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരൂ. എന്തായാലും തെളിവുകൾ ഇപ്പോഴും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഏതൊക്കെ വിധേന പഴുതടച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ കഴിയുമോ അതോ തന്നെയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. പരമാവധി തെളിവ് ശേഖരണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കേസിൽ, ഈ മോർഫിംഗ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.